സത്യകഥയിലെ നാറാണത്ത് ഭ്രാന്തൻ മർത്യൻ എന്ന കഥാപാത്രം അനാവരണം ചെയ്യുന്നു. കേരളീയ ക്ഷേത്ര കലാരൂപങ്ങളായ കൂത്ത്, കൂടിയാട്ടം, കഥകളി എന്നിവ സമന്വയിപ്പിച്ച് രൂപപ്പെടുത്തിയ നാടകമാണ് കാലനെത്തി. നാടകാവിഷ്കാരം റാണ നായർ. രചന ശ്രീ കാവാലം നാരായണമണി. കാലനെത്തി. കൂടിയിരിക്കുകയാണല്ലേ. അല്പനേരത്തെ
നിവർന്നൊരു കിടപ്പന്ന് കിടന്നോളാം. അല്ല, അതത്ര കാര്യമൊന്നും ആക്കണ്ട. നിസാരമായി അതിനെ നിലച്ചും കൊണ്ട് എന്ത് രസവും ആയിക്കൊള്ളൂ. സംസ്കാരത്തിന് മറ്റൊരു മുതൽക്കൂട്ട് കൈവശാവകാശം സ്ഥാപിക്കാൻ ഇവിടെ തന്നെ വരണമല്ലോ. ഈ വല്ലാത്ത സന്ധിയിൽ അകർമ്മണ്യതയുടെ ആദ്യത്തെ തുരുത്തിൽ നീണ്ടുറക്കത്തിന്റെ നിശ്ചല ഭൂമി അടിമത്തത്തിന്റെ നിക്ഷിപ്ത സങ്കേതത്തിൽ ഗോവിന്ദ ക്ഷമിക്കണം, ഇവിടെ അന്യവികാരങ്ങളൊന്നും കടന്നുകൂടാ. ദുഃഖം മാത്രമേ പാടൂ. ദുഃഖമരുത്, സുഖമായി ജീവിത ഗാനമതിൽ ഗദ്ഗതമൊട്ടും അപശ്രുതി ചേർക്കരുതേ. നിൻ മനമണിയും വേദനയുടെ നീഹാര കണങ്ങളൻ നിർമ്മലമീ പുഞ്ചിരിയുടെ ഇളവേലിൽ തോർന്നു മറയട്ടെ. വാക്കിലൊക്കെ തെനിച്ചിട്ടും പോരാഞ്ഞിട്ട് പരിഗ്രഹവാദം താങ്ങാൻ അവനെ അത്താണിയാക്കുന്നോ? പെണ്ണേ, ആരെ ചൊല്ലിയാണ് ഈ കാട്ടായം? പിച്ച നടക്കും പ്രായം കഴിയാത്ത, എട്ടും പൊട്ടും തിരിയാത്ത പാവം പയ്യനാണികൾ. അച്ഛൻ നഷ്ടപ്പെട്ട ദുഃഖത്തിലിരിക്കും അവനെ. വെറുതെ വിട്, വെറുതെ വിട്, വെറുതെ വിട്. ശരിയായി വന്ന കുഴിപ്പെണ്ണേ, ആനയായി മാറിയ പൂതനെ, നിന്നോട് ചുറ്റുവക്കാണ കലാശത്തിനൊരു സുഖം തോന്നുന്നെനിക്ക്. എങ്കിലും ഈ ചുടുകാട്ടിൽ തർക്കിച്ചു നിൽക്കാൻ നേരമുണ്ടോ? മകനെ, മരിച്ച അച്ഛനെ തിരികെ വേണോടാ? അയ്യോ, പിന്നെ വേണം വേണം. അല്ല, അത്
വേണോ? വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. മരിച്ചയാളെ തിരികെ കൊണ്ടുവരാനോ? അതിനാരറിയാം? അയാൾ ഭ്രാന്ത് പറയുകയാണ്. അത് ഇന്ന് വരെ നടന്നിട്ടില്ല, നടക്കാൻ പോകുന്നുമില്ല. മകനെ, നീ പറയൂ, നിന്റെ അല്ലേ അച്ഛനെ തിരികെ വേണോടാ? അത് ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കില്ലേ? അതില്ല, ആള് പഴയ പോലെ ഇരിക്കും. ഈ വിളറിയ മരണസ്വരൂപമെല്ലാം പാടെ മാറും. പിന്നെ ശവമായിരിക്കില്ല. എന്താ എന്ന് പറയുന്നു? അത് വേണോ? വരുത്തട്ടെ. അയാൾക്ക് കഴിവുണ്ടെങ്കിൽ അച്ഛനെ ഒന്ന് വരുത്തട്ടെ. വരുത്തിയിരിക്കുമേ, വാശി വേണ്ടേ കൂതൽ. വാശി തന്നെയാടാ മനുഷ്യ. വളർത്തിവിട്ട മാവിലുണ്ടായ കരിയാരടാ കവർന്നെടുത്തത്. എഴുന്നേറ്റ് എഴുന്നേറ്റ് ഒരു നില മറഞ്ഞപ്പോഴേക്കും ആകാശം കീഴുമാറായോടാ. ഇതെല്ലാ വള്ളിയല്ലടാ, കെട്ടില്ലാത്ത ഇലയുമല്ലടാ, അതിമൂല പൊരുളാണടാ ഞാൻ. ഒരുവന്റെ കഥയങ്ങനെ കഴിഞ്ഞു. നല്ല ഊറ്റമായിരുന്നു. പെട്ടെന്നല്ലേ മരണമാ ചുണ്ടുകളെ നിശബ്ദമാക്കിയത്. ഇനി എന്തു ചെയ്യും? എല്ലാം എത്ര പെട്ടെന്ന് കഴിഞ്ഞു ദൈവമേ. അവസാനത്തെ ആഗ്രഹം അറിയാനും അറിയിക്കാനും കഴിഞ്ഞില്ലല്ലോ. വസ്തു ഇടപാടും പണമിടപാടും പറഞ്ഞൊതുക്കാൻ കഴിഞ്ഞില്ലല്ലോ. എല്ലാം എന്റെ വിധി. കണ്ണില്ലാത്ത കാതില്ലാത്ത ക്രൂര വിധി. വിധിയെ പഴി പറയാതിരിയടാ മോനെ. വാഴ്ത്തുകയും വേണ്ടടാ. അതിനെ അതിന്റെ പാട്ടിന് വിട്ട് നീ കരയാതെ ആട്ടെ. നിനക്കച്ഛൻ പോയ ദിക്കിലേക്ക് തന്നെ പോണോടാ. അതിനൊന്നും കാലമായിട്ടില്ല. ഓ ഇവിടെ പലതും ചെയ്തു തീർക്കാനുണ്ടാകും അല്ലേ? പക്ഷേ കൈപിടിച്ച് നടത്താൻ ആരുണ്ട്? ധനസഹായം കൂടാണ്ട് കഴിക്കാമോ? തത്വം പറഞ്ഞാലായോ? ഈയുടെ കയ്യിലേക്കല്ലേ ഏൽപ്പിക്കുന്നത്. പിന്നെ നാം നിസ്സഹാരായി നോക്കി നിൽക്കുകയേ ഉള്ളൂ. മുഴുവൻ കാർന്നു തിന്നും. പിന്നെ ഒരു പിടി ചായം മാത്രം. അപ്പോൾ ശവത്തോട് തന്നെയാണ് പ്രേമം. കർമ്മം ചെയ്തു മനമായി മരിച്ച തടിയൊന്നും കൊടുക്കാമോ? അല്ലെങ്കിൽ അത് കിടന്ന് ചെയ്യും, പിന്നെ നാറും, പിന്നെ ശ്മശാനത്തിൽ ചിരിക്കുമോ? പിന്നെ എവിടെയിരുന്നാ ചിരിക്കേണ്ടത്? ഇതിലും വലിയൊരു ഫലിതം എവിടെ കാണാനാണ്? ഫലിതമോ ഭിഖാരി? വിളങ്ങാതെ മഞ്ഞുകാലമല്ലേ, ഇതേടി വന്നതാണ്. എന്റെ ഉദ്ദേശം ഫലിച്ചത് ഫലിതം. വേഗം ചിതയ്ക്ക് തീ കൊടുത്തി. വേണമെങ്കിൽ ഞാനോട് കൂടാ. മനസ്സിലെങ്കിലോടാ? അവനെ വിടും, ഭ്രാന്തൻ. പറ്റില്ല. ഇവനെ ചുടുകാടിന് വെളിയിലാവും. അല്ലെങ്കിൽ ആദ്യം ഇവനെ ചിതയിലെടുത്ത് കെടുത്തിരിക്കുക. ചുടുകാട്ടിൽ നിന്ന് ആരെ ആർക്ക് വെളിക്കാക്കാൻ പറ്റും? സമയമായാൽ എന്നെയും അവിടെ കിടത്തേണ്ടി വരും. വലിയവൻ എളിയോനും ക്രൂരനക്രൂരനെല്ലാം കളിയിവിടെ നിർത്താം. അന്തമെല്ലാം ഇറക്കാം. നീതി തുലന ശിക്ഷ ശ്രദ്ധ പാലിക്കുമോ നീ? ചരമശയന കാരണം കർമ്മം മോഹാന്തികൂടം. ഒരു വസ്തു മനസ്സിലായില്ല. ഈ ഭ്രാന്തൻ എന്തോ പറയട്ടെ. നമുക്ക് നമ്മുടെ പണി തീർക്കാം. കർമ്മം നടക്കട്ടെ. ഗോവിന്ദ 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 ഗോവിന്ദ
ഒരുവന്റെ കഥയങ്ങനെ കഴിച്ചു. പച്ച ശരീരം ചുട്ടു ചാമ്പലാക്കി. കരച്ചിലും പിടിച്ചിലുമെല്ലാം ഇതോടെ നിർത്തി തിരിച്ചു നടന്നോളി. ശവത്തിനൊരു കുഴപ്പവും വരാതെ ഞാനിവിടെ കാവലുണ്ട്. അല്ലയോ അമ്മേ, ഈ നിന്നെ ദാഹിച്ച നാവ് നീട്ടി കെഞ്ചിയാലും 1000 കൈകൾ നീട്ടി ഇരുന്നാലും ഞാൻ എന്റെ ശവം തൽക്കാലം നിനക്ക് വിട്ടുതരില്ല. ആ എന്തു സുഖം, ശരീര സുഖം, ഇന്ദ്രിയ സുഖം, മരിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന മായാ സുഖം. വിഷയസുഖമേ ഓതുവേ. പന്തുകാലുകൊണ്ട് മുളന്തി നടന്നാലും നിന്നെ ആശ്രയിക്കാതിരിക്കാൻ എനിക്കറിയാം കേട്ടോ. ഒന്ന് വായോ, കാല് കഴിക്കുന്നു. അമ്മയോടൊപ്പം നൃത്തം ചെയ്യാണ്ട് കാല് കഴിക്കുന്നു. അയ്യോ അമ്മോ, പാണ്ടൊരുത്തൻ ഇരിക്കുന്നു. ചുടലേന്ന് എണീറ്റ ശവമാകാൻ തോന്നുന്നേ. ഊഹാ, നീ ഏതാണാ? ചുടലേക്ക് വന്ന ശവമേ, മാറിത്തരാം. മാറിത്തരാൻ കാളി കൂടികൾ. കാളി കൂടിയോടാ എന്ത് പരിഹാസം. ഞങ്ങൾ അമ്മയോട് പോകാൻ പറയാൻ നീ ആരാണ്? ഞാനോ? ഞാൻ ആരെന്നതിലേറെ എളുപ്പം ഞാൻ ആരല്ലെന്ന് പറയാം. മരിക്കാതെ മരിക്കുന്നവനല്ല ഞാൻ. മനസ്സിലായില്ല. ആദിയുടെ വ്യാധിയുള്ളവനല്ല ഞാൻ. നേരെ ചൊവ്വേ കാര്യം പറയണ. അധികാരം നടത്തും പമ്പത്തികളോട് വഴങ്ങുന്നവനല്ല ഞാൻ. കുളികൾ വീരുമല്ലവൻ വീരങ്ങൾക്ക് ഒന്ന് നോക്കിക്കളയാം. എന്താ നിർത്തിക്കളഞ്ഞത്? വലിയ കഷ്ടമായി പോയി. മറക്കാൻ എന്ത് രസമായിരുന്നു. എന്തു പറ്റി? തളർന്നു പോയോ? ഇവനെ പരാജയപ്പെടുത്താൻ പറ്റില്ലെന്ന് ഇവന് ചുറ്റും പടുത്തുയർത്തുന്നുണ്ട് പ്രളയാഗ്നി. എന്തു സുഖം. ശ്മശാനാഗ്നിയേക്കാൾ ചുറുചുറുക്കുള്ള പ്രളയാഗ്നി. നീ തോൽക്കട്ടില്ലടാ. ഞങ്ങളുടെ അമ്മ തോറ്റിട്ടില്ല. കുളി നിസ്സാരനായ മർത്യനോട് അറിയിക്ക്. നമുക്ക് നൃത്തം ചെയ്യാനുള്ള സമയമാണ്. മാറിത്തരാം. ഒന്നുകിൽ നീ ചുടലേക്ക് കിടന്ന് ധരിക്കും, അല്ലെങ്കിൽ ഇവിടെ നിറങ്ങിട്ട. രണ്ടിനും തയ്യാറില്ല. നിയമത്തെ ധിക്കരിക്കരുത്, പറഞ്ഞേക്കാം. അമ്മയുടെ നിയമമാണ്. ഏതമ്മയുടെ? അമ്മ ഒന്നേ ഉള്ളൂ. എന്നാൽ ആ അമ്മയോട് ചെന്ന് പറഞ്ഞേക്ക്. മാറാൻ മനസ്സില്ലെന്ന്. മാറില്ല, 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 മാറില്ല. ചെറിയ കാലത്തുന്നേ
പോകാനിരിക്കുന്നു. വീണ്ടും പെരിയ കാലിനെയും മെഴുകി ചോദിവൻ ആര് ഭക്തനോ കൂളികളെ ഇവിടെ നാം തലകുണിക്കേണ്ടി വരുന്നു. ഏതായാലും ഇവനെ ശപിച്ചുപോകും. വരം നൽകി ആദരിക്കണം, അനുഗ്രഹിക്കണം. അമ്മ വരം തരാൻ പോണു. വിളിച്ചോ? വരമോ? എന്തു വരം? ആർക്കു വരം? എന്താ വരമെന്ന്? വരമെന്നാൽ അനുഗ്രഹം. ഇഷ്ടമുള്ളത് ചോദിച്ചോ. ആശയുള്ളത്. അങ്ങനെയൊന്നും എനിക്ക് വെറുതെ കളിയായിട്ട് പോലും ഈ കൈകൾ ആരുടെ മുന്നിലും എത്തിയിട്ടില്ല. എന്നിട്ടും വരമുടക്കി പാട്ടിലാക്കാൻ വരുന്നോ? അങ്ങനെ പറയരുത്. എന്തെങ്കിലും വരം ചോദിക്കാൻ പറയും. വരം ചോദിച്ചാൽ തരാൻ പറ്റുമോ? അമ്മ നിലച്ചാൽ എന്തും തരും. തന്നിട്ടുടനെ പൊയ്ക്കൊള്ളണം. ഇതാ ചോദിക്കാം. മരണദിനം എനിക്ക് നിശ്ചയിച്ചുള്ളതെന്നാൽ ഒരു ദിനം അതിനും മുൻപേ തള്ളി മാറ്റണമെപ്പോൾ. വരമിത് തരുമെങ്കിൽ ധന്യനായി ഞാനിരിക്കെ ചരിത വിഹിത കർമ്മം തീർത്തു കാലേ ഗമിക്കാം. കേട്ടില്ലേ അപ്പോ? അദ്ദേഹത്തിന് മരണദിനം ഒന്ന് മാറ്റിക്കൊടുക്കണമെന്ന്. ഒരു ദിവസം നേരത്തെ ആക്കിയാൽ മതി. അത് പറ്റില്ല. പിന്നിൽ നമ്മൾ എപ്പോഴേ അവന്റെ കഥ കഴിച്ചേണ്ടി ഈ മാറ്റാൻ ആർക്കുമാവില്ല. തിരിച്ചവർക്ക് പോലും. പിന്നെ അമ്മ പറഞ്ഞത് കേട്ടോ? കേട്ടു. എങ്കിൽ മറ്റൊന്ന് ചോദിക്കാം. ഇപ്പോൾ മൃതിക്കായി വിധിച്ചതെന്നാണ് അതിന്റെ പിറ്റേന്ന് മരിച്ചുകൊള്ളാം. കർമ്മങ്ങൾ ശേഷിപ്പവ ചെയ്തു തീർക്കാൻ കിടക്കുമല്ലോ ദിനമൊന്നുകൂടെ. അയ്യോ, അത് പട്ടികയിലപ്പനെ. മരണം നടക്കേണ്ടപ്പോൾ നടക്കും, നടന്നേ തീരൂ. എങ്കിൽ പിന്നെ എന്തു വരം? ശല്യപ്പെടുത്താതെ നിങ്ങൾ പോകണം. എന്റെ അത്താഴത്തിനുള്ള യാമം വൈകുന്നു. ഞങ്ങൾക്ക് മടങ്ങാൻ നിർവാഹമില്ല. വരം തരാതെ പോയിക്കൂടാ. ഓ, അങ്ങനെയാണ്. എങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വരം ചോദിക്കാം. തന്നിട്ടുടൻ പൊയ്ക്കൊള്ളണം. എനിക്കിടങ്കാലിൽ മരച്ചിരിക്കും മന്ദിൻ മഹത്വത്തെ അറിഞ്ഞുകൊള്ളൂ. ആ മന്ദിടങ്കാലിൽ നിന്ന് മാറ്റി വേഗം വലങ്കാലിൽ വെച്ചുകൊള്ളൂ. എന്റെ ഇടങ്കാലിലെ മണ്ണ് വലങ്കാലിലായിരിക്കുന്നു. അത്ഭുതം, അതിശയകരമായ വരം. ഇനി നിങ്ങൾക്ക് പോകാം. അങ്ങോട്ട് വരമൊന്നും പകരം തരാൻ എന്റെ കൈവശമൊന്നുമില്ല. പോയിക്കൊള്ളി. തടിയതിനശേഷം പിന്തുടക്കി കഴിഞ്ഞു. ഒടിയൊരു പിടിയായി കർമ്മകാണ്ഡ